നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോനെ. എനിക്ക് ഒരു സേവ എനിക്ക് തരണ്ട, എന്നെ അത് കാണണ്ട, ആരുടെ വിഷമത്തിൽ എന്നെ കാണും. ഇന്ന് വരെ കണ്ടുപിടില്ല, വിളിച്ചില്ല, വേണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേ, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഒരു ഇതുപോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ. കിച്ചുവിന്റെ ആ വീഡിയോ വന്നതിൽ പിന്നാലെ എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് രേണു വരുമെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ വരരുതായിരുന്നു. അതായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതായത് ഇങ്ങനൊരു സംഭവം രേണു റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു സമയത്ത് രേണു ഈ ഒരു വീഡിയോ ആയിട്ട് വരരുതായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പോ എതിരിയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ കിച്ചു വന്നിട്ട് രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കിച്ചു ഇങ്ങനെ ആയത് രേണുവിൻ്റെ അടുത്ത് എന്നൊക്കെ കിച്ചു വളരെയധികം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങൾ എല്ലാം ലൈവിൽ രേണു കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ കിച്ചു എന്നുള്ള ഒരു മകൻ, ആ വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അത് നേരിട്ട് രേണുവിനോട് പറഞ്ഞു. അതായത് ഫോണിലൂടെ മെസ്സേജ് അയച്ച് പറഞ്ഞു. പക്ഷേ രേണു കൊടുത്ത റിപ്ലൈ എല്ലാം നമ്മൾ കിച്ചുവിൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ രേണു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് രേണു ആ ഒരു രീതിയിൽ കിച്ചുവിനെ എന്താ പറയുക, കിച്ചുവിന് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് രേണു എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇത് രണ്ട് കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഒരു വിമർശനം വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് രേണുവിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ രേണു ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇതിൽ കുറച്ച് വീഡിയോ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. അന്ന് എന്നോട് പറയാൻ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. തുടങ്ങി അന്നാണ് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞോട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർ പറയുന്ന പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിട്ട് ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കമൊഴിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊഴിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ സ്വന്തം പെട്ടെന്നുള്ള നിന്നെ ഇട്ടിട്ട് പോയതൊക്കെ 1.5 വയസ്സിലൊക്കെ ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുന്നു നിയമപരമായിട്ട്, നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴല്ലേ, ഒരു വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കുടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസ്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ കിച്ചു അന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ രേണു മനസ്സിലാക്കേണ്ട കാര്യം, കിച്ചു ഈ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യം അതല്ല. കിച്ചു ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, അതായത് ആ ലൈവ് വീഡിയോ ഈ പറയുന്ന രീതിയിൽ സബ്സ്ക്രിപ്ഷനിൽ ഇട്ട ആ ഒരു വീഡിയോ, രേണു ഇട്ട ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് കിച്ചു റെസ്പോണ്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ രേണുവിൻ്റെ ആ വന്നപ്പോഴത്തേക്കാണ് കിച്ചു എഗെയിൻസ്റ്റ് ആയി മാറിയത് എന്നാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന്റെ പേരിലോ അതിൽ ഈ പറയുന്ന ഈ ആളുകൾ കൂടിയതിന്റെ പേരിലോ ഒന്നുമല്ല. കിച്ചു പറഞ്ഞത് എന്താണ്, ആ ഒരു വീഡിയോ കിച്ചു കണ്ടതിന് ശേഷമാണ് രേണുവിനെ ഇങ്ങനെ മെസ്സേജ് ഈ കാര്യം പറഞ്ഞതെന്നാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആർക്കും തുടങ്ങാം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് ചെയ്യുന്ന കോണ്ടന്റുകളാണ് പിന്നെ പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം തുടങ്ങിയ സമയത്തൊന്നും തന്നെ രേണു ചെയ്ത കോണ്ടന്റുകൾ എന്തായിരുന്നു, പിന്നെ അത് ഏത് കോണ്ടന്റാണ് വന്നത്, അത് പിന്നെ എത്രത്തോളം വിമർശനത്തിന് ഇടവെച്ചു എന്നൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് രേണു പറഞ്ഞ കാര്യം കിച്ചു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എന്നാണ്. പക്ഷെ കിച്ചു ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യം അതല്ല. ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് കിച്ചു ഈ ഒരു തരത്തിൽ രേണുവിൻ്റെ അടുത്ത് ആ മെസ്സേജ് കാര്യം പറഞ്ഞതെന്നാണ്. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു വീഡിയോ രേണു സബ്സ്ക്രിപ്ഷൻ ചെയ്തിടൂ എന്നുള്ളത്. അപ്പൊ അതാണ് കിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. രേണു പറഞ്ഞതും കിച്ചു പറഞ്ഞതും രണ്ടാണ് ശരിക്കും പറഞ്ഞത്. അതോടൊപ്പം തന്നെ രേണു കിച്ചുവിന് നൽകിയിട്ടുള്ള കാര്യങ്ങളും പൈസ കാര്യം അതും ഇതൊക്കെ തന്നെ ഇതിൽ ഈ പറയുന്ന രീതിയിൽ രേണു തുറന്നച്ചി പറയുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ തന്നെ കിച്ചു പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ 2 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ സ്നേഹം കാര്യങ്ങളൊന്നും തന്നെ അനുഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ കിച്ചു തുറന്നു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നിലവിലത്തെ സിറ്റുവേഷനിൽ രേണു എന്തിനാണ് ഈ ഒരു കാര്യത്തിനൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇത്രയധികം സ്ട്രെയിൻ എടുത്ത്
ഇത്രയധികം ഒരു ഇമോഷണലായി ഇത്രയധികം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇതാക്കാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന്റെ തുടക്കം രേണുവാണ്. കാരണം എന്ന് പറയുന്നത് രേണു അന്ന് ആ ഒരു വീഡിയോയിൽ കിച്ചുവിന്റെ പേരെടുത്തിട്ടതാണ് ഇതിന്റെ എല്ലാ പ്രശ്നത്തിനും തുടക്കം എന്ന് പറയുന്നത്. രേണുവിന് കിച്ചുവിനെ കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഈ പബ്ലിക്കായിട്ട് വന്ന് കാര്യങ്ങൾ പറയരുത് എന്നുള്ളത്. കിച്ചു ഇപ്പോൾ വന്ന് പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തുടക്കം ഇട്ടത് ശരിക്കും പറഞ്ഞാൽ രേണുവായിരുന്നു. കാരണം ആ വീഡിയോയിൽ കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്നുള്ള ആ ഒരു ഇത് രേണു ഇത് ഇട്ടതാണ്. പിന്നെ അത് വിമർശനങ്ങളിലേക്ക് ഇടവച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സന്ദർഭം അത് രേണു ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ അന്ന് രേണുവിന്റെ വായിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു സന്ദർഭം ഇപ്പോൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ അതിന് വഴിയൊരുക്കിയത് ആ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ. അത് അന്ന് രേണു ചെയ്ത ആ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ രേണു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അനിവാര്യമായിട്ടൊരു കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രേണു നിലവിലത്തെ സിറ്റുവേഷൻ രേണു തന്നെ പറയുന്നത് എനിക്ക് ഇതാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനം, റെസ്റ്റ് വേണം, അതൊക്കെ വേണം രേണു, അതൊക്കെ വേണം. അത് രേണു മനസ്സിലാക്കണം. രേണു മനസ്സിലാക്കിയിട്ട് നിലവിലത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് രേണു വേണം ആ ഒരു തരത്തിൽ മാറി നിൽക്കാനായിട്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ആ ഒരു തരത്തിൽ ഒരു ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറരുത്. അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് രേണുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത്. അപ്പോൾ ഇപ്പോൾ തന്നെ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ രേണു വന്ന് ഇങ്ങനെ ഒരു വീഡിയോ, അതും ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണ് കൊണ്ട് കാര്യങ്ങൾ മാറി. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി തീർക്കാവുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഇത് നാട്ടുകാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ. എന്തായിരുന്നു അതിന്റെ ആവശ്യം? ഇതിലിപ്പോ ഞാൻ രേണുവിനെയും കുറ്റം പറയുന്നില്ല, ഞാൻ കിച്ചുവിനെയും കുറ്റം പറയുന്നില്ല. കാരണം രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. നിലവിൽ രേണു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ രേണുവിനെ ആ ഒരു തരത്തിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. രേണു റിക്കവറായി വരണം, രേണുവിന് ഇപ്പോഴത്തെ ഈ ഒരു അസുഖം കാര്യങ്ങളെല്ലാം മാറണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ രേണു ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. രേണു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു കോണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കിച്ചുവിനെ കുറിച്ച്, കിച്ചു പണ്ട് അങ്ങനെയായിരുന്നു, പിന്നെ കിച്ചുവിനെ കുറിച്ച് കിച്ചുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഈ വീഡിയോയിൽ രേണു. കിച്ചുവിന്റെ പോലീസ് സ്റ്റേഷനിൽ അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പിന്നെ രേണു ഒന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന തരത്തിലോട്ട് കുറേയധികം കാര്യങ്ങൾ മാറി. ഈ വീഡിയോയ്ക്ക് തന്നെ രേണു ഇനി എന്തുമാത്രം വിമർശനങ്ങൾ വരും അത് രേണു മനസ്സിലാക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് വിട്ടു നിൽക്കുക. അതായത് തൽക്കാലത്തേക്കെങ്കിലും വിട്ടു നിൽക്കുക. കാരണം സിറ്റുവേഷൻ എന്താണെന്ന് രേണുവിന് മനസ്സിലാവുമല്ലോ. രേണുവിന് അറിയാവുന്ന പോലെ മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് രേണു വേണം ആ ഒരു തരത്തിൽ ഒരു ഗ്യാപ്പ് ഇടാനായിട്ട്. അല്ലാതെ വിമർശകർക്ക് ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരിക്കലും കാര്യങ്ങൾ മാറ്റരുത്. അവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് പറയുന്നത്. ഈ കിച്ചുവിന്റെ കാര്യത്തിലും അതാണ് രേണുവിന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ വീഡിയോയിൽ വന്ന് അങ്ങനെ രേണു പറഞ്ഞൊരു കാര്യം. അല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ കിച്ചുവിന്റെ വീഡിയോയ്ക്ക് പോയി കിടന്ന ആൾക്കാർ ഓരോന്ന് കമന്റ് ഇട്ട് അങ്ങേയറ്റം കിച്ചുവിന് തന്നെ ഇതാവുന്നത്. പിന്നെ കിച്ചു എന്നൊരു വീഡിയോ ചെയ്തു, അതും ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിൽ രേണു പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്തു. അപ്പൊ ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ കുടുംബ പ്രശ്നം അത് നിങ്ങൾക്ക് സോൾവ് ചെയ്തുകൂടി. നിങ്ങൾ ഈ കിച്ചുവിനെ കാണാനായിട്ട് രേണു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു ഇതാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ അന്ന് രേണു പറഞ്ഞത് കിച്ചു വന്നിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് വരാതെ തന്നെ രേണുവിന് കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ ആൾക്കാർക്ക് ഇടയിലേക്ക് അത് ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയത്? അങ്ങനെ പിന്നെ കിച്ചു ഈ വന്ന ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് വന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ രേണു വീണ്ടും വന്ന് വീഡിയോ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഇത് വീണ്ടും 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 വിമർശകർക്ക് ഓരോ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് ഇപ്പൊ രണ്ടു കൂട്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലതെന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. ഇനി കിച്ചു ഇതിന് റിയാക്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ രേണു ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു ശരിക്കും പറയാം. ഇങ്ങനെ ഒരു സന്ദർഭം രേണു ഒഴിവാക്കേണ്ടത്. കാരണം രേണു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവത്തില്ലായിരുന്നു ശരിക്കും പറയാം. നിലവിലത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പെരുമാറേണ്ടത് നിലവിൽ രേണുവാണ് ശരിക്കും പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പലരും പല തരത്തിൽ വിമർശിക്കാനും കുത്തിനോവിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നിലവിലത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം. നമുക്ക് ആ ഒരു രീതിയിൽ റെസ്റ്റ് വേണം, നമുക്ക് ആ ഒരു രീതിയിൽ ഒരു കാം മൈൻഡ് ആ ഒരു രീതിയിൽ നിലനിൽക്കണമെങ്കിൽ സത്യമായ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഒന്നും പറ്റത്തില്ല. കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. കംപ്ലീറ്റ്ലി നമുക്കുള്ള മനസ്സമാധാനം പോകത്തേ ഉള്ളൂ.